ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരമാക്കുവാനായിട്ട് ഇവരൊക്കെ റെഡിയായിട്ട് നിൽക്കണേണ്. ഇവർക്ക് ഗംഭീര സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും ടേസ്റ്റില് രുചികരമായിട്ട് സദ്യ ഉണ്ടാക്കുന്നവരെ നമ്മൾ വിജയിപ്പിക്കും. സദ്യ ഇല്ല നടക്കുന്ന കാര്യമാണോ? നിങ്ങൾക്ക് 50 ഐറ്റം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റിന്റെ എവിടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് 5 മിനിറ്റ്സ് ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കാനുള്ള സമയം. അതിനുശേഷം ഒരു 5 മിനിറ്റ് തരും. ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക. കാരണം ബാക്കി വന്നെങ്കിൽ അതിന് മൈനസ് മാർക്കുണ്ട്. നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള നമ്മുടെ എന്താ പറയുക യൂട്ടൻസിൽസ് ഉണ്ട്. ഇത് നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയറിന്റെ അടിപൊളിയായിട്ട് ഈസി പീസി കുക്കിംഗ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. പറ അപ്പൊ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇവർക്ക് നമുക്ക് 5 മിനിറ്റ് കൊടുക്കാം. Okay, the next 5 minutes. Your time starts now. ഓണത്തല്ലതാ നടക്കാൻ പോവുകയാണ്. ബുദ്ധിപൂർവ്വം ഒരാൾ ഓൾറെഡി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങുമായിട്ട് അതാ അമ്പിളി ദേവി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാത്തിനും ഓരോ കിലോ എടുത്തോണ്ട് വരികയാണ് സ്നേഹ. അവസാന മിനിറ്റ്, 1 മിനിറ്റ് ബാക്കി. എല്ലാരും കിച്ചണിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഇനി അറിയില്ല, ഒന്നൊക്കെ വഴിയെ നമുക്ക് നോക്കാം. അപ്പൊ കാര്യത്തിലേക്ക് നീ അതെടുത്തോ, ഞാൻ ഇങ്ങോട്ടേക്ക് പോയി. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാരും ഇല എടുത്തിട്ടുണ്ടോ? എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കൊണ്ടുവച്ചത് ഇനിയിപ്പോ ഒന്നും പറയാ നമ്മളെ കൊണ്ടുവച്ചത് ആരും വെച്ചിട്ടില്ല. അവിടെ ഇല ഉണ്ടായിരുന്നു. ശരി, അപ്പൊ ടൈം സ്റ്റാർട്ട്സ് നോ. നമ്മുടെ യൂട്ടൻസിൽ കുക്കിംഗ് അങ്ങനെ നിങ്ങളുടെ പാചകം രസകരമാക്കി ഈസി ആയി തുടങ്ങാൻ പോവുകയാണ്. രണ്ട് തക്കാളി ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിക്ക് ആ കുട്ടി ചോദിക്കാണ്. 2 തക്കാളി കൊടുക്കുവാണെങ്കിൽ മഞ്ഞപ്പൊടി അവിടെ കിട്ടും. മേഘനെ ഉപ്പ് തരുമോ? മലയാളം കൊടുത്താരാ? ഹലോ കരയുന്ന വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന. സുഹൃത്തുക്കളെ ആദ്യമായിട്ട് എന്തായിരുന്നു പാവം? ഗിരിച്ചേട്ടാ, അങ്ങനെയാണ് സ്വിച്ചിൽ തന്നെ അല്ലേ കാണുമോനെ? നിങ്ങൾക്ക് എന്തോ സ്വിച്ച് ചെയ്യാനുണ്ടായിരുന്നല്ലോ. കിട്ടി സ്വിച്ച്. അമ്പിളി ചേച്ചിയെ അപ്പൊ അമ്പിളി ചേച്ചി ദേഷ്യം കാണുന്നില്ല. അപ്പുറത്ത് പോയി അവരെന്താ ചെയ്യണേ നോക്കേ. അത് വേണ്ടായിരുന്നു. അല്ല, കുട്ടീന്റെ ദേഷ്യം ഇതാണോ? ഡിസ്റ്റർബ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോകും പ്ലീസ്. അത് ദേഷ്യമില്ല, കുറച്ചുകൂടി ദേഷ്യം വരട്ടെ. ഡിസ്റ്റർബ് ചെയ്യാം പ്ലീസ്. വെട്ടരുത്, അങ്ങോട്ട് ഞാൻ പോകും. കത്തിയുടെ കയ്യിലുള്ളത്. അതെ, ഇഞ്ചി കുത്തിപ്പഴിഞ്ഞ ഒരു കട്ടൻ ചേരാൻ പറ്റും. പറ്റുള്ള തീറ്റ പറ്റുള്ള അവിടെ കിട്ടും. ഇവിടെ കിട്ടും. അവിടെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. പൈനാപ്പിൾ കഷ്ണം തരാം. പയറ് ഒരു പൈനാപ്പിൾ ജ്യൂസ് പീസ്. പൈനാപ്പിൾ കഷ്ണം തരാം. മാവേലി കുറച്ച് മുളക്. മാവേലി എവിടെ ഉണ്ടല്ലേ മുളക് പൊടി ഉണ്ട്. അത് വയറ് അവരാ ചെയ്തത്. വാങ്ങി വയറ് വേണ്ടിരിക്കാൻ പേരൊന്നുമില്ല. എന്താ ഭയങ്കര ശല്യമാണല്ലോ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ പറ്റില്ല. നല്ലപോലെ പോയിക്കൊണ്ടിരിക്കണം. അതാണ് എന്റെ പ്രശ്നം. അതെന്താ പറയാ, ഇപ്പോഴത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് ഓണം വെക്കണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഗ്രേസ് ടൈമിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്താലോ? അത് അടിപൊളി. കുറെ പേർക്ക് കുറെ സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഗ്രേസ് ടൈം കൊടുത്ത് വേണമെങ്കിൽ അവരത് എടുത്തോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീം മെമ്പേഴ്സ് എല്ലാരും ഇവിടെ നോക്കണം. നിങ്ങൾ നേരത്തെ കലം പൊട്ടിച്ച് കിട്ടിയ ടാസ്കിൽ ഗ്രേസ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ 3 മിനിറ്റ് കിട്ടിയിരിക്കുന്ന ടീമിനായിരുന്നു ഞങ്ങള്. ഇവിടെ ഞങ്ങൾ ശരി, നിങ്ങൾക്ക് 3 മിനിറ്റ് ടൈം ഉണ്ട്. വേണ്ട സാധനങ്ങൾ ഓടിപ്പോയി എടുത്തു.